നമസ്കാരം. 2026 ഏപ്രിൽ മാസം 8 നടന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് 2026 മെയ് മാസം 4 പുറത്തു വന്നു. 102 സീറ്റുകളിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ജയിച്ചപ്പോൾ 35 സീറ്റിൽ ഒതുങ്ങി CPM നേതൃത്വം കൊടുക്കുന്ന LDF. BJPക്ക് 3 സീറ്റുകളാണ് ലഭിച്ചത്. CPMൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയവും കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയവുമാണ് 2026 സമ്മാനിച്ചത്. കോൺഗ്രസ് ഒറ്റയ്ക്ക് 63 സീറ്റിൽ ജയിച്ചപ്പോൾ CPIM 26 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും CPI 8 സീറ്റിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 7 സീറ്റിലും RSP 3 സീറ്റിലും സ്വതന്ത്രരും മറ്റു പാർട്ടികളും കൂടി 11 സീറ്റിലും വിജയിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിച്ച 63 സീറ്റുകൾ ഇവയാണ്. ഉദുമ ജയിച്ചത് നീലകണ്ഠൻ 4847 വോട്ടുകളുടെ ഭൂരിപക്ഷം. തൃക്കരിപ്പൂർ സന്ദീപ് വാര്യർ 4431 വോട്ടുകളുടെ ഭൂരിപക്ഷം. ഇരിക്കൂറിൽ സജീവ് ജോസഫ് 42,426 വോട്ടുകളുടെ ഭൂരിപക്ഷം. കണ്ണൂരിൽ TO മോഹനൻ 18,851 വോട്ടുകളുടെ ഭൂരിപക്ഷം. പേരാവൂരിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് 14,453 വോട്ട്. മാനന്തവാടിയിൽ ഉഷ വിജയൻ 10,543 വോട്ട്. സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ 16,597 വോട്ട്. കൽപ്പറ്റയിൽ T സിദ്ദിഖ് 45,031 വോട്ട്. നാദാപുരത്ത് KM അഭിജിത്ത് 23,600 വോട്ടുകൾ. കൊയിലാണ്ടിൽ അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ 12,070 വോട്ട്. ബാലുശ്ശേരിയിൽ VT സൂരജ് 16,980 വോട്ട്. ഏലത്തൂരിൽ അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ 12,162 വോട്ടുകളുടെ ഭൂരിപക്ഷം. കോഴിക്കോട് നോർത്തിൽ അഡ്വക്കേറ്റ് K ജയൻ 1,483 വോട്ടുകൾ. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് 54,851 വോട്ടുകളുടെ ഭൂരിപക്ഷം. വണ്ടൂരിൽ AP അനിൽകുമാർ 47,939. തവനൂരിൽ അഡ്വക്കേറ്റ് VS ജോയ് 14,647. പൊന്നാനിയിൽ KP നൌഷാദ് അലി 13,267. തൃത്താലയിൽ VT ബൽറാം 8,385 വോട്ട്. കോങ്ങാട് തുളസി ടീച്ചർ 3,706 വോട്ട്. പാലക്കാട് രമേശ് പിഷാരടി 13,147 വോട്ട്. ചിറ്റൂരിൽ അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ 6,510 വോട്ട്. തൃശ്ശൂരിൽ രാജൻ J പല്ലൻ 26,803 വോട്ട്. ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫ് 23,156 വോട്ട്. കൊടുങ്ങല്ലൂർ അഡ്വക്കേറ്റ് OJ ജനീഷ് 8,308 വോട്ട്. പെരുമ്പാവൂർ മനോജ് മൂത്തേടൻ 28,434 വോട്ട്. അങ്കമാലി റോജി M ജോൺ 37,008 വോട്ട്. ആലുവയിൽ അൻവർ സാദത്ത് 29,143 വോട്ട്. അഡ്വക്കേറ്റ് VD സതീശൻ 20,600 വോട്ട്. വൈപ്പിനിൽ ടോണി ചമ്മണി 15,648 വോട്ട്. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് 8,188 വോട്ട്. തൃപ്പൂണിത്തുറയിൽ ദീപക് ജോയി 18,468 വോട്ട്. എറണാകുളത്ത് TJ വിനോദ് 36,163 വോട്ട്. തൃക്കാക്കരയിൽ ഉമാ തോമസ് 50,211 ഭൂരിപക്ഷം. കുന്നത്തുനാട് VP സജീന്ദ്രൻ 21,283 വോട്ടിൻ്റെ ഭൂരിപക്ഷം. മൂവാറ്റുപുഴയിൽ മാത്യു കുഴനാടൻ 42,829 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ദേവികുളത്ത് F രാജ 5,233 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ഉടുമ്പൻചോലയിൽ അഡ്വക്കേറ്റ് സേനാപതി വേണു 20,021 വോട്ടുകളുടെ ഭൂരിപക്ഷം. ഇടുക്കിയിൽ റോയ് K പൗലോസ് 23,822 വോട്ടുകളുടെ ഭൂരിപക്ഷം. പീരിമേട് അഡ്വക്കേറ്റ് സിറിയക് തോമസ് 27,634 വോട്ടുകളുടെ ഭൂരിപക്ഷം. വൈക്കത്ത് K ബിനിമോൻ 1,360 വോട്ടുകളുടെ ഭൂരിപക്ഷം. ഏറ്റുമാനൂർ നാട്ടകം സുരേഷ് 19,752 വോട്ടുകളുടെ ഭൂരിപക്ഷം. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 35,986 വോട്ട്. പുതുപ്പള്ളിയിൽ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ 52,907 വോട്ട്. കാഞ്ഞിരപ്പള്ളി റോണി K ബേബി 5,772 വോട്ട്. പൂഞ്ഞാറിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ 6,693 വോട്ട്. അരൂരിൽ അഡ്വക്കേറ്റ് ഷാനിമോൾ ഒസ്മാൻ 9,324 വോട്ട്. ആലപ്പുഴയിൽ AD തോമസ് 21,015 വോട്ടുകളുടെ ഭൂരിപക്ഷം. ഹരിപ്പാട് രമേശ് ചെന്നിത്തല 23,377 വോട്ട്. കായംകുളത്ത് അഡ്വക്കേറ്റ് M ലിജു 15,572 വോട്ടുകളുടെ ഭൂരിപക്ഷം. റാന്നിയിൽ അഡ്വക്കേറ്റ് പഴകുളം മധു 4,344 വോട്ട്. ആറന്മുളയിൽ അബിൻ വർക്കി
18,985 വോട്ടുകളുടെ ഭൂരിപക്ഷം. അടൂരിൽ അഡ്വക്കേറ്റ് CV ശാന്തകുമാർ 10,332 വോട്ടുകളുടെ ഭൂരിപക്ഷം. കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് 26,618. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല 8,310. ചടയമംഗലത്ത് MM നസീർ 7,486. കുണ്ടറ PC വിഷ്ണുനാഥ് 32,564. കൊല്ലത്ത് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ 16,830. ചിറയൻകീഴിൽ രമ്യ ഹരിദാസ് 1,422. വാമനപുരത്ത് മുഹമ്മദ് സുധീർ ഷാ. പാലോട് 12,185. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ 5,425. കാട്ടാക്കടയിൽ MR ബൈജു 7,136. കോവളത്ത് M വിൻസെന്റ് 32,709. നെയ്യാറ്റിൻകരയിൽ N ശക്തൻ 6,966. ഈ 63 കോൺഗ്രസ് MLA-മാരാണ് ജയിച്ചത്. 27 സീറ്റിൽ മത്സരിച്ച മുസ്ലിം ലീഗ് 22 സീറ്റിൽ ജയിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും അധികം ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് മുസ്ലിം ലീഗിനാണ്. മഞ്ചേശ്വരത്ത് AKM അഷ്റഫ് 29,252 വോട്ട്. കാസർഗോഡ് കള്ളത്ര മാഹിൻ 22,698 വോട്ട്. കുറ്റ്യാടി പാറക്കൽ അബ്ദുള്ള 10,922 വോട്ട്. പേരാമ്പ്രയിൽ അഡ്വക്കേറ്റ് ഫാത്തിമ തെഹിലിയ 5,087 വോട്ട്. കോഴിക്കോട് സൗത്തിൽ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു 10,795 വോട്ട്. കുന്നമംഗലം MA റസാഖ് മാസ്റ്റർ 13,313 വോട്ട്. കൊടുവള്ളിയിൽ PK ഫിറോസ് 36,682 വോട്ട്. തിരുവമ്പാടിയിൽ CK കാസിം 6,741 വോട്ട്. കൊണ്ടോട്ടിയിൽ TP അഷ്റഫ് അലി 56,017 വോട്ട്. ഏറനാട് PK ബഷീർ 41,289 വോട്ട്. മഞ്ചേരിയിൽ അഡ്വക്കേറ്റ് M റഹ്മത്തുള്ള 57,887 വോട്ട്. പെരിന്തൽമണ്ണിൽ നജീബ് കാന്തപുരം 32,431 വോട്ട്. മങ്കടയിൽ മഞ്ഞളാംകുഴി അലി 45,609 വോട്ട്. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി 85,327 വോട്ട്. ഇത് കേരളത്തിലെ എക്കാലത്തെയും വലിയ ഭൂരിപക്ഷമാണ്. കഴിഞ്ഞ തവണ KK ശൈലജ ടീച്ചർ മട്ടന്നൂരിട്ട ഭൂരിപക്ഷമാണ് 20,000 കൂടി മറികടന്ന് 85,327 ഉയർത്തിയത്. വേങ്ങരയിൽ KM ഷാജി 30,325 വോട്ട്. വള്ളിക്കുന്നത്ത് TV ഇബ്രാഹിം 51,289 വോട്ട്. തിരൂരങ്ങാടിയിൽ PM സമീർ 63,387 വോട്ട്. താനൂരിൽ PK നവാസ് 27,131 വോട്ട്. തിരൂരിൽ കുറുക്കോളി മൊയ്തീൻ 24,137 വോട്ട്. കോട്ടക്കലിൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ 62,638 വോട്ട്. മണ്ണാർക്കാട് അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ 25,903 വോട്ട്. കളമശ്ശേരിയിൽ അഡ്വക്കേറ്റ് V അബ്ദുൽ ഗഫൂർ 16,312 വോട്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിച്ചത് 8 മണ്ഡലത്തിലാണ്. അതിൽ കാഞ്ഞങ്ങാട് ഒഴികെ 7 മണ്ഡലത്തിൽ ജയിച്ചു. എരിഞ്ഞാലക്കുട അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ 10,212 വോട്ട്. കോതമംഗലത്ത് ഷിബു തെക്കുംപുറം 16,859 വോട്ട്. തൊടുപുഴയിൽ അപ്പു ജോസഫ് 44,291. കടുത്തുരുത്തിയിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് 31,300. ചങ്ങനാശ്ശേരിയിൽ വിനു ജോബ് കുഴിമണ്ണിൽ 8,368. കുട്ടനാട് റജി ചെറിയൻ 20,600. തിരുവല്ല അഡ്വക്കേറ്റ് വർഗീസ് മാമൻ 10,146 വോട്ട്. റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ RSP ആണ് പിന്നീട് UDFന്റെ അടുത്ത ഘടകകക്ഷി. 5 സീറ്റാണ് അവർക്ക് കൊടുത്തത്. അതിൽ 1 പയ്യന്നൂർ വിട്ടുകൊടുത്തു CPM സ്വതന്ത്രന്. അതുകൊണ്ട് തന്നെ CPM സ്വതന്ത്രൻ TV കുഞ്ഞികൃഷ്ണനെയും ഇവരുടെ ലിസ്റ്റിൽ പെടുത്തണം. എന്തായാലും 3 പേർ RSPയുടെ പട്ടികയിൽ ജയിച്ചു. ചവറയിൽ ഷിബു ബേബി ജോൺ 18,573 വോട്ട്. കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂർ 25,314 വോട്ട്. ഇരവിപുരത്ത് അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ 8,803 വോട്ട്. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്റെ നേതാവായിരുന്ന അനൂപ് ജേക്കബ് പിറവത്ത് ജയിച്ചത് 44,681 വോട്ടുകൾക്കാണ്. പിന്നെ UDFന് വേണ്ടി ജയിച്ച മറ്റൊരു സ്ഥാനാർത്ഥി CP ജോണാണ്. തിരുവനന്തപുരത്തെ 9,863 വോട്ടുകൾക്ക് ജയിച്ചു. വടകരയിൽ RMP സ്ഥാനാർത്ഥി KK രമ ജയിച്ചത് 14,862 വോട്ടുകൾക്കാണ്. 3 സ്വതന്ത്രന്മാരാണ് UDFന് വേണ്ടി മത്സരിച്ച് ജയിച്ചത്. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ 7,487 വോട്ടിന് ജയിച്ചപ്പോൾ പാലായിൽ മാണി C കാപ്പൻ 2,991 വോട്ടിന് ജയിച്ചു. അമ്പലപ്പുഴയിൽ G സുധാകരൻ 27,935 വോട്ടിന് ജയിച്ചു. ഇങ്ങനെയാണ് UDFനാകെ 102 സീറ്റ് നേടിയത്. ഇടതുമുന്നണിയിലേക്ക് പോയാൽ CPM ആണ് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത്, 25 സീറ്റ്. ലീഗിനേക്കാൾ 3 സീറ്റ് മാത്രം കുറവ്. കല്യാശ്ശേരിയിൽ M വിജിൻ 18,433 വോട്ട്. അഴീക്കോട് KV സുമേഷ് 349 വോട്ട്. ധർമ്മടത്ത് പിണറായി വിജയൻ
19,247 വോട്ട്. തലശ്ശേരിയിൽ കാരായി രാജൻ 20,523 വോട്ട്. മട്ടന്നൂർ വി കെ സനോജ് 14,168 വോട്ട്. ബേപ്പൂരിൽ പി എ മുഹമ്മദ് റിയാസ് 7,487 വോട്ട്. ഷൊർണൂരിൽ പി മമ്മിക്കുട്ടി 16,517 വോട്ട്. ഒറ്റപ്പാലത്ത് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ 26,777 വോട്ട്. മലമ്പുഴയിൽ എ പ്രഭാകരൻ 19,721 വോട്ട്. തരൂരിൽ സുമോദ് 11,910 വോട്ട്. നെന്മാറയിൽ കെ പ്രേമൻ 3,305 വോട്ട്. ആലത്തൂരിൽ ടി എം ശശി 8,553 വോട്ട്. ചേലക്കര യു ആർ പ്രദീപ് 29,386 വോട്ട്. കുന്നംകുളത്ത് എ സി മൊയ്തീൻ 4,563 വോട്ട്. ഗുരുവായൂരിൽ എൻ കെ അക്ബർ 1,998 വോട്ട്. വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി 5,690 വോട്ട്. പുതുക്കാട് കെ കെ രാമചന്ദ്രൻ 2,853 വോട്ട്. മാവേലിക്കരയിൽ എം എസ് അരുൺകുമാർ 15,736 വോട്ട്. ചെങ്ങന്നൂരിൽ സജി ചെറിയൻ 10,292 വോട്ട്. കോന്നിയിൽ അഡ്വക്കേറ്റ് ജനീഷ് കുമാർ 1,838 വോട്ട്. കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാൽ 1,012 വോട്ട്. വർക്കരയിൽ അഡ്വക്കേറ്റ് വി ജോയി 2,050 വോട്ട്. ആറ്റിങ്ങലിൽ ഒ എസ് അംബിക 13,375 വോട്ട്. അരുവിക്കരയിൽ അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ 2,843 വോട്ട്. പാറശാലയിൽ സി കെ ഹരീന്ദ്രൻ 15,031 വോട്ട്. നോക്കണം, പകുതിയോളം സീറ്റിൽ 2,000 വോട്ടിൽ താഴെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. CPI 8 സീറ്റിൽ ജയിച്ചു. കാഞ്ഞങ്ങാട് അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ 10,316 വോട്ട്. പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിൻ 9,442 വോട്ട്. ഒല്ലൂരിൽ കെ രാജൻ 8,884 വോട്ട്. നാട്ടികയിൽ ഗീതാ ഗോപി 7,093 വോട്ട്. കയ്പമംഗലത്ത് കെ കെ വത്സരാജ് 9,944. ചേർത്തലയിൽ പി പ്രസാദ് 14,489. പുനലൂരിൽ സി അജയപ്രസാദ് 21,529. നെടുമങ്ങാട് GRNൽ 21,583. LDFന് ഒരു സീറ്റ് കൂടിയുണ്ട്. കൂത്തുപറമ്പിൽ പി കെ പ്രവീൺ രാഷ്ട്രീയ ജനതാദളാണ്. 1,286 വോട്ടിന് പി കെ പ്രവീൺ ജയിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ LDFിലെ കേരള കോൺഗ്രസ് മാണിക്ക് ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് വിജയിച്ചത് BJP ആണ്. BJP 3 ജയിച്ചു. ചാത്തന്നൂരിൽ BB ഗോപകുമാർ 4,398 വോട്ട്. കഴക്കൂട്ടത്ത് വി മുരളീധരൻ 428 വോട്ട്. നേമത്ത് രാജു ചന്ദ്രശേഖർ 4,978 വോട്ട്. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ അന്തിമ ഫലം. ഒരിക്കൽ കൂടി പറയാം, 102 സീറ്റുകൾ UDFന്, 35 സീറ്റുകൾ LDFന്, 3 സീറ്റുകൾ BJPക്ക്.